ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴ. ഒരു റൈഡ് പോകാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവനാ നമ്മുടെ ഹീറോ ഏട്ടാ. SZX ആണ്. ഒരു അത്യാവശ്യം നല്ല റൈഡിനൊക്കെ ഇത് മതി. നല്ല സൂപ്പർ ഡ്രൈവിങ്ങാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ഇന്ന് നിങ്ങളെ കുറച്ച് മൃഗങ്ങളെ കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് കേട്ടോ മുത്തങ്ങയിലൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി, റെയിൻ കോട്ടൊക്കെ ഇട്ട് വൈഫും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അമ്മച്ചി അവിടെ കാത്ത് നിൽക്കുന്ന എന്നെ കൂടി കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ബൈക്ക് ആയിരുന്നു കൊണ്ടുപോകാൻ പറ്റില്ല. വയനാട്ടിൽ പിന്നെ മഴക്കാലം കുറച്ച് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണേ, ഇല്ലെങ്കിൽ പണി കിട്ടും. എപ്പോൾ പൊട്ടി വീഴുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നാഷണൽ ഹൈവേയിലെത്തി. ഇതാണ് കോഴിക്കോട് കൊല്ലകൽ നാഷണൽ ഹൈവേ 766. അങ്ങനെ ഇതിൻ്റെ ഏകദേശം 36 കിലോമീറ്റർ ഫോറസ്റ്റാണ്. അപ്പോൾ ഒരു 8 കിലോമീറ്ററോളം നമ്മുടെ കേരളത്തിൽ, അത് മുത്തങ്ങ റേഞ്ചിൽ വരുന്നത്. അതിന് ശേഷം പിന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ്. ഞങ്ങളിന്ന് കേരള ബോർഡർ വരെ പോയുള്ളൂ. ഞാനിങ്ങനെ സ്മൂത്തായിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പം ഇന്നെന്തെങ്കിലും കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. കാരണം ഈ നോർമൽ ദിവസങ്ങളിൽ, ഇട ദിവസങ്ങളിൽ ഈ വണ്ടികൾ കുറവായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. മറ്റേത് ഫുൾ ടൂറിസ്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, അപ്പം നമുക്കൊന്നും കാണാനുള്ളൊരു ചാൻസ് ഇല്ല. ഇതെല്ലാം നല്ല മൺസൂൺ ഫോറസ്റ്റാണ് കേട്ടോ. ഈട്ടിയാണ് മെയിനായിട്ട് ഇവിടെ എല്ലാം. മറ്റുള്ള ഫോറസ്റ്റിലെ പോലെ തേക്കല്ല. അങ്ങനെ രണ്ട് സൈഡും ഞങ്ങൾ ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണും. സാധാരണ ആന, അതുപോലെ തന്നെ മാൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, പന്നി, അതൊക്കെ കാണാറുണ്ട്. കേരള ഫോറസ്റ്റിൽ കുറവാണ്. പക്ഷേ കേരള ഫോറസ്റ്റിലുള്ള ഈ ആനകളൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഈ വീഡിയോ കണ്ടാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല, അതുറപ്പാണ്. ഇതിങ്ങനെ കാണാൻ തന്നെ എന്ത് രസമെന്ന് നോക്കി. മൺസൂൺ ടൈമിൽ സൂപ്പറാണ് ഇവിടെ. വൈഫ് ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് പിടിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ, ബാക്ക് സീറ്റിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈലാണ് ഉള്ളത്. ഇതാണ് ഈ നമ്മുടെ ബോർഡർ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കർണാടകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് അധികം സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല. ഞങ്ങൾ ആദ്യം ഒന്ന് ഇതിൽ കൂടി വന്നതാ, കർണാടക ബോർഡർ വരെയും പോയിട്ട് വന്ന്. അപ്പോൾ വഴിക്ക് 3 ആനനെ കണ്ടിരുന്നു, അതുപോലെ തന്നെ കുറച്ച് മാനുകളും. അന്നേരം അത് വീഡിയോ എടുത്തെന്ന് പറഞ്ഞു വൈഫ്, പക്ഷെ അത് കിട്ടിയില്ല. കുറച്ച് അപ്പുറം ചെന്ന് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും വീഡിയോയിലൊന്നും വന്നിട്ടില്ല. അത് കാരണം ഇപ്പോൾ രണ്ടാമത് പോകുന്ന. ആ ടൈമാണെങ്കിൽ കറക്റ്റ് ബൈക്ക് അതിൻ്റെ സൈഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി കറക്റ്റായിട്ട് വീഡിയോ എടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ വൈഫ് പേടിച്ചു പോയി തോന്നുന്നു. ആന ചെറുതായിട്ടൊന്ന് അറ്റാക്ക് ചെയ്യാനുള്ളൊരു മൂഡ് വന്നിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയതാ. പക്ഷെ അത് ഭയങ്കര നഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ പോയാൽ ആ ഒരു മൊമെൻ്റ് കിട്ടുമെന്ന് ഒരു പിടിയില്ല. ഈ വീഡിയോ കിട്ടലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ലക്കാണ് ശരിക്കും. കാരണം എപ്പോഴും ഇത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ലൈവായിട്ട് കിട്ടുന്നതല്ലേ.
അങ്ങനെ ഏകദേശം ആ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ക്യാമറ കാരണം അധികം സ്പീഡിലും പോകാൻ പറ്റില്ല. ഈ കാണുന്ന ഒരു ലൊക്കേഷനല്ലേ, ഇത് പൊൻകുഴി എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്. അവിടെ ഒരു അമ്പലവും കുറച്ച് കടകളൊക്കെ ഉണ്ട്. ആദ്യം കുറേ കടകളുണ്ടായി, ഇപ്പം അതെല്ലാം പൂട്ടിപ്പോയി. ഇവിടെയൊക്കെ മൊത്തം ആനപ്പിണ്ടവും സംഭവങ്ങളൊക്കെ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകണം നമ്മൾ ബോർഡറിലേക്ക് എത്താൻ. അപ്പോൾ ആ സ്പോട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ ചില ആളുകൾ ഈ വണ്ടി നിർത്തി ഇങ്ങനെ നോക്കേ ആനേൻ്റെയൊക്കെ അടുത്ത്. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കർണാടക ഫോറസ്റ്റിലാണെങ്കിൽ അപ്പം തന്നെ ഫൈൻ കിട്ടും. കേരള ഫോറസ്റ്റിൽ പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെയൊക്കെ നമ്മൾ ആദിവാസികളെ കാണും കേട്ടോ. അവരുടെ അടുത്ത് കൂടിയൊക്കെ ആന പോകുന്നത്. അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തേക്ക് കൂടി ആനയൊക്കെ വരും ചില ടൈം. പക്ഷേ അന്നേരം ജനങ്ങളെല്ലാം കൂടി ഇളകി ആനേൻ്റെ പുറകെ ഓടി ആനേൻ്റെ ഊപ്പാട്ടം ഇളക്കിക്കൊള്ളും. പിന്നെ ഫോറസ്റ്റുകാർ ഭയങ്കര സംഭവം അവിടെ കൂങ്കി ആനനെ കൊണ്ടുവന്ന് ആനേനെ ഓടിച്ച്. ഇത് അത്ര വലിയ സംഭവമൊന്നുമില്ല. ആന വന്ന വഴിക്ക് തന്നെ പോയിക്കോളും. പക്ഷെ അത് ഈ രാത്രി ടൈം മാത്രമേ തിരിച്ചു പോവുള്ളേ. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അതിൻ്റെ മനസ്സമാനം കെടുത്തി വിടും നമ്മൾ. ഇപ്പം കണ്ട വണ്ടിയില്ലേ, അത് ഇവിടെ ഫോറസ്റ്റിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ, സഫാരിക്കുള്ള. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടിയാണ് പോകുന്നത്. കട്ട് റോഡ് പോലത്തെ ശരിക്ക് ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ്. ഇതാ ഇവിടെ ആനയുണ്ട്. ഇതേണ്ട ഒരു കുട്ടിക്കൊമ്പനും 3 ആനയുണ്ട് കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിപ്പോയി. ശരിക്കൊരു അപൂർവ നിമിഷങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.